എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ജയൻ സീക്രട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഷെഫ് ജെനിസൺ. നമ്മുടെ ചാനൽ തുടങ്ങിയ ശേഷം നിരവധി പേർ ആവശ്യപ്പെടുന്ന ഒന്നാണ് ചോക്ലേറ്റ് സ്പോഞ്ച്. അത്തരത്തിൽ നല്ലൊരു ചോക്ലേറ്റ് സ്പോഞ്ച് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. മുട്ട 4 എണ്ണം, പഞ്ചസാര 145 ഗ്രാം, മൈദ 85 ഗ്രാം, വാനില പൗഡർ 5 ഗ്രാം, പാൽപ്പൊടി 5 ഗ്രാം, ബേക്കിംഗ് പൗഡർ 5 ഗ്രാം, ഉപ്പ് 2 ഗ്രാം, പാൽ 55 ഗ്രാം, കൊക്കോ പൗഡർ 25 ഗ്രാം, വെജിറ്റബിൾ ഓയിൽ 55 ഗ്രാം. ആദ്യമായി മുട്ടയും പഞ്ചസാരയും ഒരുമിച്ച് ഒരു വൃത്തിയുള്ള പാത്രത്തിൽ എടുക്കുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, കേക്ക് തയ്യാറാക്കാനായി എടുക്കുന്ന പാത്രം, മെഷീന്റെ ബ്ലേഡ്, കൈകൾ എന്നിവ എണ്ണമയം ഒട്ടുമില്ലാത്തതാണെന്ന് ഉറപ്പുവരുത്തുക. പിന്നീട് ഇവയെ ഒരു ബീറ്ററിന്റെ സഹായത്തോടെ 30 സെക്കൻഡ് സമയം ഒരുമിച്ച് യോജിപ്പിക്കുക. തുടർന്ന് മറ്റൊരു പാത്രത്തിൽ 40 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയ വെള്ളം എടുക്കുക. ഈ ഇളം ചൂടുവെള്ളത്തിലേക്ക് ഈ പാത്രം ഇറക്കി വെച്ച് 1 മിനിറ്റ് മുട്ട പഞ്ചസാര മിശ്രിതം ഇളക്കി യോജിപ്പിക്കുക. ഈ സമയം പതപ്പിക്കേണ്ട ആവശ്യമില്ല. തുടർന്ന് 3 മിനിറ്റ് സമയം ഈ മിശ്രിതം നിറച്ചിരിക്കുന്ന പാത്രം ഇതേ വെള്ളത്തിൽ തന്നെ തുടരാൻ അനുവദിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നന്നായി പതയുന്നതിന് സഹായകരമാകുന്നു. ഇതിനെ സ്റ്റീം ബാത്ത് എന്ന് വിളിക്കുന്നു. തുടർന്ന് പാത്രത്തെ വെള്ളത്തിൽ നിന്നും മാറ്റിയ ശേഷം ഉയർന്ന വേഗതയിൽ നന്നായി പതപ്പിച്ചു തുടങ്ങുക. നന്നായി പതഞ്ഞ് വെളുത്ത ക്രീം പരുവത്തിൽ ആവുന്നതുവരെ ഇത് തുടരുക. കൃത്യമായി ക്രീം പരുവത്തിൽ എത്തിയ ഈ കൂട്ടിലേക്ക് 5 ml വാനില എസൻസ് ചേർത്ത് യോജിപ്പിക്കുക. തുടർന്ന് മറ്റൊരു പാത്രത്തിൽ വെജിറ്റബിൾ ഓയിൽ എടുക്കുക. ഇതിലേക്ക് അളന്നെടുത്ത പാൽ, കൊക്കോ പൗഡർ എന്നിവ ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. വളരെ തിളക്കമുള്ള പരുവം ആകുന്നതുവരെ ഏകദേശം 2 മിനിറ്റ് തുടർച്ചയായി യോജിപ്പിക്കേണ്ടതാണ്. ഇത് മാറ്റിവെച്ച ശേഷം ആദ്യം തയ്യാറാക്കിയ മുട്ട പഞ്ചസാര മിശ്രിതത്തിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന മൈദയും മറ്റു പൊടിരൂപത്തിലുള്ള ചേരുവകളും ഒരുമിച്ച് ചേർത്ത് ഒരു സ്പാറ്റുലയുടെ സഹായത്തോടെ മാത്രം മയത്തിൽ യോജിപ്പിക്കുക. ഇങ്ങനെ ചെയ്യുന്ന രീതിയെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് എന്ന് പറയുന്നു. ഇവിടെ അല്പം സമയമെടുത്ത് തരികൾ ഒന്നുമില്ലാത്ത രീതിയിൽ വേണം യോജിപ്പിക്കുവാൻ. തുടർന്ന് ഈ കൂട്ടിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് മിശ്രിതം ചേർത്ത് മേൽ സൂചിപ്പിച്ച അതേ രീതിയിൽ തന്നെ യോജിപ്പിക്കുക. ഒരു കാരണവശാലും വേഗത കൂട്ടുകയോ തിടുക്കപ്പെട്ടോ യോജിപ്പിക്കരുത്. തയ്യാറാക്കിയിരിക്കുന്ന ഈ കേക്ക് കൂട്ടിനെ ബേക്ക് ചെയ്യുന്നതിനായി ഒരു കേക്ക് ടിൻ തയ്യാറാക്കി അതിലേക്ക് പകരുക. ബട്ടർ പേപ്പർ ഉപയോഗിച്ച് കേക്ക് ടിൻ തയ്യാറാക്കുമ്പോൾ ഒരു കാരണവശാലും ഗ്രീസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. നമ്മൾ ഇവിടെ തയ്യാറാക്കുന്ന ഈ ബേസിക് സ്പോഞ്ച് കേക്ക് വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ബ്ലാക്ക് ഫോറസ്റ്റ്, ചോക്ലേറ്റ് കേക്ക്, സ്വിസ് റോളുകൾ, സ്നോ ബോൾസ് മുതലായവ. ഈ കൂട്ട് നിറച്ച ശേഷം ടാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം വീഡിയോയിൽ കാണുന്നത് പോലെ ടിൻ ഒന്ന് തിരിച്ചാൽ മതിയാകും. തുടർന്ന് 170 ഡിഗ്രി സെൽഷ്യസിൽ OTG ഓവന് 1 മിനിറ്റ് സമയം പ്രീഹീറ്റ് ചെയ്യുക. ഇതേ സമയം കൊമേഴ്സ്യൽ ഓവൻ ആണെങ്കിൽ 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ സമയം വേണ്ടിവരും. പിന്നീട് 30 മുതൽ 35 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കുക. ബേക്കിങ്ങിന് ശേഷം സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ നന്നായി തണുക്കാൻ അനുവദിക്കുക. തുടർന്ന് ആവശ്യാനുസരണം ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. ഈ രീതിയിൽ തയ്യാറാക്കിയ കേക്ക് വളരെയേറെ മയമുള്ളതായിരിക്കും.
ആർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാനാവുന്നതും രുചികരവും മാർദ്ദവുമേറിയതുമായ നല്ലൊരു ചോക്ലേറ്റ് സ്പോഞ്ച് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ സപ്പോർട്ടുകളും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.